എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ വരെയില്ലേ, നമുക്ക് സദ്യക്കുള്ളൊരു കൂട്ടുകറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഒരു തുണ്ട് ചേന ചതുര കഷ്ണമായിട്ട് കട്ട് ചെയ്തത്, 2 കട്ട് ചെയ്തത്, കുമ്പളങ്ങ കട്ട് ചെയ്തത്. ഒരു കുക്കറിലേക്ക് നമ്മൾ കടല, ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിൽ ഇട്ട കടലയാണ്, രാത്രി കുതിർത്ത് വയ്ക്കണം, അല്ലെങ്കിൽ 8 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം. ആ കടല കുതിർത്തത് കുക്കറിലിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വേവിച്ചതാണ്. കായും കുമ്പളങ്ങയും കൂടെ ഇട്ടിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്ക് നമുക്കൊന്ന് അടപ്പ് മാറ്റി നോക്കാം. അല്പം കൂടി വേകാനുണ്ട്. അരിഞ്ഞെടുത്തോണ്ടല്ലോ. ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ വറുത്തെടുക്കണം. പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ അല്പം ജീരകവും ഉഴുന്ന് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഉഴുന്നിടുന്നത് ടേസ്റ്റാണ്. പിന്നെ 2-3 വറ്റൽമുളക്, കറിവേപ്പില, ഇതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടെ ഇട്ട് നമുക്കൊന്ന് വറുത്തി എടുക്കണം. തേങ്ങ നല്ല ചുവക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് തേങ്ങ വറുക്കണം. ചുവന്ന് വന്നപ്പോൾ അതിൻ്റെ ഒരു പകുതി നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കറുത്ത കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കാം. കോരി വെച്ച പകുതി തണുക്കുമ്പോൾ മിക്സിയിലിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മൾ വേവിച്ച കായും കുമ്പളങ്ങയും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേനയും കടലയും കൂടെ കുക്കറിൽ വേവിച്ചതുകൂടെ ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച കടലയും ചേനയും കൂടെ ചേർത്തപ്പോൾ ചട്ടിയിൽ കൊള്ളൂല. അപ്പോൾ നമ്മൾ വേറൊരു കടായിലേക്ക് മാറ്റിയൊക്കെയാണ്. ഇനി ഇതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം, ഗ്യാസ് കത്തിച്ചിട്ട്. വേറൊരു കടായിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അരച്ച് വെച്ച വറുത്ത തേങ്ങ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലത് രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. നല്ല ടേസ്റ്റാണ്. അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
സദ്യക്കൊക്കെ ഉള്ള കൂട്ടുകറിയാണ്. ഓണം വരെയാണ്, അറിഞ്ഞൂടാത്തവർ ചെയ്യണം. നമുക്ക് ഉപ്പുണ്ടാന്ന് നോക്കാം. മൂടി വെച്ച് കൊടുക്കാം. കുറുക്ക് കാണാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കൂടെ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ചെയ്ത് നോക്കണം. കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിട്ടുന്നവർ ചെയ്ത് നോക്കണം. വറുത്ത തേങ്ങയും കൂടെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.